അമ്മേ, ഇത് നോക്ക്. ഇത് അനന്യയ്ക്ക് വേണ്ടി. ആൻഡ് ദിസ് വൺ ഇസ് ഫോർ ഇഷാൻ. നൈസ്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് കിയാരയ്ക്ക്. ബിക്കോസ് ഷീ ഈസ് മൈ 3 AM ഫ്രണ്ട് എനി ഡേ. നല്ല രസമുണ്ട്. ബട്ട് ഐ തിങ്ക് ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് രാഹുൽ അല്ലേ? ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാ. അത് ശരിയാ. അപ്പോ കാവ്യോ? അവൾ ഇപ്പോഴും എന്റെ പ്രോബ്ലം സോൾവറാ. അമ്മേ, ഇതാകെ കൺഫ്യൂഷനാ. യു നോ വാട്ട്? അമ്മയുടെ ടൈം ആയിരുന്നു ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ എക്സെട്ര ഉണ്ടായിരുന്നില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലായിരുന്നു, പക്ഷേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ അല്ലേ? എല്ലാരും എവിടെയൊക്കെയോ ആണ്. കല്യാണത്തിന് ശേഷം ഒരുമിച്ച് കാണാറില്ല. പിന്നെ നിങ്ങൾ രണ്ടും വന്നു. ഞാൻ നിങ്ങൾക്കായി ബിസിയായി. എന്റെ കൂട്ടുകാർക്ക് അവരുടെ ലൈഫായി. അമ്മ അവരെ മിസ് ചെയ്യാറില്ലേ? മുൻപൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ നിന്റെ കയ്യിലായില്ലേ. അതായത് നീയല്ലേ ഇപ്പൊ എന്റെ ലീഡർ. നീ വേണ്ടേ പുതിയ ട്രെൻഡ്സ് അറിയാൻ, സ്കൂളിലെ പുതിയ കഥകൾ കേൾക്കാൻ, റീൽസ് ഉണ്ടാക്കാൻ, പൗട്ട് ചെയ്യാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റെഡി? അപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് തീരുമാനിച്ചോ? അമ്മേ, ഒരു സംശയം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഏത് നൈറ്റിലും നമുക്ക് അവൈലബിൾ ആകുന്ന ആളല്ലേ? അതെ. നമ്മുടെ ഫൂളിഷ്നെസ് എൻജോയ് ചെയ്യുന്ന ആൾ. പറയുന്നത് ഫീൽ ആകാത്തയാൾ. നമ്മുടെ സീക്രട്ട് എല്ലാം അറിയുന്നയാൾ. ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഫ്രണ്ടിനെ ഒരുമിച്ച് കിട്ടാൻ വലിയ പാടല്ലേ? പക്ഷേ ഇംപോസിബിൾ അല്ല. എല്ലാ ക്വാളിറ്റീസും എന്റെ ഒരു ഫ്രണ്ടിനുണ്ട്. അതാരാ? അമ്മ. ഞാനറിയാതെ തന്നെ അമ്മ എപ്പോഴും എന്റെ ഫ്രണ്ടായി. വെറും ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ട്. ആരും അറിയാതെ നിൻ മനസ്സിൻ ചെപ്പിൽ ആരും കൊതിക്കുന്ന പവിഴമുണ്ട്, പവിഴമുണ്ട്. അമ്മയായി മാത്രം എന്നെ കണ്ട നിന്നുള്ളിൽ, അമ്മയായി മാത്രം എന്നെ കണ്ട നിന്നുള്ളിൽ ഒരു പുത്തൻ തുടക്കം ഇന്നുണ്ട്, സൗഹൃദമുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്തുന്നവരാണ് ശരിക്കും ജീനിയസ്. പാർലെ ജി. ജി എന്നാൽ ജീനിയസ്.